മക്കളെ നമുക്കെന്നേ നല്ല അടിപൊളി ബോംബെ മിച്ചർ വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് എങ്ങനെ ഉണ്ടാക്കുകയെന്ന് കാണാം. ആദ്യം നമുക്ക് മാവ് ഒന്ന് കുഴച്ചെടുക്കാം. അതിനു വേണ്ടി ഞാനൊരു പാത്രത്തിൽ 2 കപ്പ് കടലമാവാണ് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ 1/2 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കുക. അരിപ്പൊടി പറയും നമ്മൾ പത്തിരിക്കൊക്കെ എടുക്കുന്ന പൊടിയാണ് കേട്ടോ. പത്തിരിക്ക് നൂൽപുട്ടൊക്കെ ഉണ്ടാക്കാൻ എടുക്കുമല്ലോ ആ അരിപ്പൊടിയാണ്. ഇനി നമുക്കൊരു കളറിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി മഞ്ഞൾപ്പൊടി ഇല്ലാതെ കളർ പൊടി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടാട്ടോ. ഇനി നമുക്ക് ഈ മാവിന് മാത്രം പാകത്തിനുള്ള ലേശം ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിൽ 1 ടീസ്പൂണ് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതെല്ലാതും പാടെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഓയിലും മഞ്ഞൾപ്പൊടിയും കടലമാവും നമ്മുടെ അരിപ്പൊടിയൊക്കെ ഒന്ന് മിക്സായി വരട്ടെ. മക്കളെ, നമ്മളിത് ഉണ്ടാക്കുമ്പോൾ കടയിൽ നിന്ന് വാങ്ങണ കളർ ഉണ്ടാവില്ല കേട്ടോ. ടേസ്റ്റ് അതേപോലെ തന്നെ ഉണ്ടാവുക. കളറ് എന്ന് പറഞ്ഞാൽ അവർ കളർ പൊടിയൊക്കെ ഇട്ടിട്ടല്ലേ കളർ കൊടുക്കുക. നമ്മൾ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, അതിൻ്റെ ഒരു കളറായിട്ട് കിട്ടും. ഇതേപോലെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൽ കുറച്ചീച്ച വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം. തോനെ വെള്ളം ഒഴിക്കണ്ടേ, വെള്ളം കൂടിപ്പോവും. ഇത് നമ്മൾ കുഴയ്ക്കുമ്പോഴേ ചപ്പാത്തിക്ക് കുഴക്കണ കാലം ലേശം ലൂസായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. വല്ലാതെ കട്ടിയിൽ കുഴച്ചെടുക്കാൻ പാടില്ലേ. നമ്മൾ ഇതേപോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോഴേ വെള്ളം ഒഴിക്കുമ്പോൾ കുറേശ്ശെ നോക്കി ഒഴിച്ചാൽ മതി. അപ്പം നമ്മൾ ഉണ്ടാക്കുന്ന പലഹാരത്തിന് വെള്ളം കൂടുന്ന ഒരു പ്രശ്നമേ ഉണ്ടാവില്ല കേട്ടോ. ഇത് കണ്ടില്ലേ മക്കളെ, ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് കുഴച്ച് ഉരുട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിനി ഇവിടെ ഇരിക്കട്ടെ, ഒരു 10 മിനിറ്റ് ഇരുന്ന് വെയിറ്റ് ചെയ്യട്ടെ. മക്കളെ, ഇനി നമുക്ക് വേണ്ടത് ഒരു തരം തോടോടുള്ള ഒരു തരം മഞ്ഞ കളർ പരിപ്പില്ലേ, അതിൻ്റെ തോടോടുള്ളതാണ് നമുക്ക് വേണ്ടത്. പക്ഷെ അത് ഇവിടെ കിട്ടില്ല. അതുകൊണ്ട് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ മുതിരയാണ്. 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇത് പൊരിച്ചാൽ അത് നമ്മളെങ്ങനെ പൊരിച്ചെടുക്കണം അതേപോലെ തന്നെ ഉണ്ടാവും കേട്ടോ. നമുക്കിതൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കാം. ചിലവരുണ്ടല്ലോ ഇത് പൊരിക്കാൻ എടുക്കുമ്പോൾ 1 മണിക്കൂറൊക്കെ കുതിർത്തിയിട്ടാണ് എടുക്കുക. ഞാനിപ്പോൾ ഇത് കുതിർത്തണമൊന്നുമില്ല, അങ്ങനെ കഴുകി പൊരിക്കുകയാണ് കേട്ടോ. ഇതാ മക്കളെ, ഇതേപോലെ കഴുകി ഞാനിത് വെള്ളം തോരാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പയിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒക്കെ പൊരിച്ചെടുക്കണം. മുതിരയും നമ്മുടെ മാവ് കുഴച്ചതൊക്കെ പൊരിച്ചെടുക്കണം. അതിന് വേണ്ടി ഞാനിവിടെ ചട്ടി അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്. അതിൽ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ ഈ മിക്സർ പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഓയിലാണ് നല്ലത് കേട്ടോ. നമ്മൾ വെളിച്ചെണ്ണയിലൊക്കെ പൊരിക്കുകയാണെങ്കിൽ വേഗം കേടൊന്നു പോകും. ഇത് എടുത്ത് വെക്കാനൊന്നും പറ്റില്ല. ഇതാവുമ്പോൾ നമുക്ക് ഒരാഴ്ച, മാക്സിമം 2 ആഴ്ച വരെ നമുക്ക് നല്ല ഭരണിയിൽ അടച്ചിട്ട് മൂടി വെച്ചിട്ട് എടുക്കാൻ പറ്റും കേട്ടോ. ഇനി നമുക്ക് ഈ തിളച്ച എണ്ണയിൽ ഈ സാധനം ഈ അരിപ്പോടെ തന്നെ വെച്ച് കൊടുക്കാം. അതില്ലെങ്കിൽ എന്തുണ്ട് വെച്ചിട്ടാ, പൊരിക്കുമ്പോൾ നമുക്ക് ഈ ചട്ടകത്തിൽ കോരാൻ കിട്ടത്തില്ല, ഒഴുകി പോകും. അതുകൊണ്ടാണ് ഇതോടെ വെച്ച് കൊടുത്തത് കേട്ടോ. നമുക്ക് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കാം. ഇത് കണ്ടില്ലേ മക്കളെ, നമ്മുടെ മുതിര പൊരിഞ്ഞ് വരുന്നു കണ്ടോ. മക്കളെ, ഈ മുതിര പൊരിച്ചാലും ആ പരിപ്പ് മൊരിഞ്ഞ് വരുമ്പോൾ എങ്ങനെ ഉണ്ടാവും അതേപോലെ തന്നെ ഇതും ഉണ്ടാവും കേട്ടോ. ഇനി നമുക്കിത് എടുക്കാം. ഇത് നന്നായിട്ട് പൊരിഞ്ഞ് വന്നിട്ടുണ്ട് കണ്ടില്ലേ. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. കണ്ടോ, കുറുന്ന് കേൾക്കണം, ചില കേൾക്കണുണ്ടോ. ഇനി നമുക്ക് ഈ മാവിനെ മിക്സർ പോലെ ആക്കിയെടുക്കണം. അതിന് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് കണ്ടില്ലേ, നമ്മുടെ നൂൽപുട്ടിൻ്റെ അച്ചിൻ്റെ ഏറ്റവും ചെറിയ ഓട്ടം ഉള്ളതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നല്ല അടിപൊളി ഒരു സാധനം വാങ്ങിയിട്ടുണ്ട്. അത് ഇതാണ് കണ്ടില്ലേ. ഇത് നമുക്ക് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ അതിങ്ങനെ വരും. അപ്പോൾ ഇത് ഈ സ്ക്രൂ ഒന്ന് ഇങ്ങനെ നെക്കി കൊടുക്കുക. ഇതിങ്ങനെ നെക്കി കൊടുത്തിട്ട് ഇതിങ്ങനെ കണ്ടില്ലേ ഇങ്ങനെ വെക്കുക. അതേപോലെ തന്നെ താഴ്ത്തണമെങ്കിൽ ഇതൊന്ന് നെക്കി കൊടുത്തിട്ട് ഇങ്ങനെ താഴ്ത്തിയാൽ മതി. അപ്പം നമുക്ക് ഈ സാധനം ഇവിടുത്തെ സാധനം ഊരിയിട്ട് ഈ അച്ചങ്ങ് ഇതിലങ്ങ് ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ, ഇനി നമുക്കിത് നിറച്ചെടുക്കാം. വേണമെങ്കിൽ ഇത് അടയ്ക്കുന്നതിന് മുന്നേ മാവ് കയറ്റിയാലും കുഴപ്പമില്ല കേട്ടോ. ഇനി നമുക്കിത് കുറേശ്ശെ എടുത്തിട്ട് ഇങ്ങനെ
ആക്കിയിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോഴാണ് സൈഡിലൊന്നും പെടാതെ വരും. കണ്ടില്ലേ? കുറേ ഇട്ട് കൊടുത്താൽ മതിയേ. ഇതിപ്പോൾ ഇത്രയ്ക്ക് ക്യാപ്പിലാണ് നിൽക്കുന്നത്. അപ്പം ഞാനിതാ ഇവിടെ ഒന്ന് നെക്കിയിട്ട് ഇത് പൊന്തിച്ചെടുക്കുകയാണ്. സിമ്പിളായിട്ട് പൊന്തവും താഴ്ത്തവും ഉയർത്തവും ഒക്കെ ചെയ്യാട്ട. ഇനി നമുക്കിതിൽ വെച്ച് ഇതും അടച്ചു കൊടുക്കാം. ഇതാ മക്കളെ, ഇത് അടച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പം തന്നെ ഇതാ അടിയിൽ കൂടെ അങ്ങനെ ചോർന്ന് വരുന്നുണ്ട്. അത് ഇച്ചിരി മാവ് കൂടിപ്പോയി, അതുകൊണ്ടാണ്. ഇതിപ്പോൾ ഞാൻ അടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതാ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ നെക്കിയാൽ മതി. കണ്ടില്ലേ? സിമ്പിളായിട്ട് വരുന്നു. നമ്മൾ കറക്കോ തിരിക്കോ ഒന്നും വേണ്ട കേട്ടോ മക്കളെ. ഇനി നമുക്ക് ഈ തിളച്ച എണ്ണയിൽ അങ്ങോട്ട് പിഴിഞ്ഞു കൊടുക്കാം. ഇനി ഇത് വേകട്ടെ. ഇത് പെട്ടെന്ന് വേവിട്ടോ. ഇട്ട ഉടനെ തന്നെ ഇളക്കരുത്. ഒന്ന് അടിയിലൊന്ന് കട്ടിയാവട്ടെ, എന്നിട്ട് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. കണ്ടില്ലേ? ഇതൊന്ന് നന്നായിട്ട് മുരിഞ്ഞ് വരട്ടെ. ഇത് കണ്ടില്ല, ആദ്യം ഇട്ടത് വെന്ത് വന്നിട്ടുണ്ട്, നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി എടുക്കാം. എടുത്ത് ഈ പൊരിച്ചിട്ടതിൽ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അടുത്തത് അതേപോലെ പിഴിഞ്ഞു കൊടുക്കാം. കുറച്ച് കഴിഞ്ഞിട്ട് മറിച്ചിട്ട് കൊടുക്കാം. ഇത് നമുക്ക് ഇതിട്ട് ഒരു മിനിറ്റ് ആയിട്ടുണ്ട്. 1 മിനിറ്റ് ഒന്നും വേണ്ട. ഇത് ഇട്ടിട്ട് ഒരു 2-3 സെക്കൻഡ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് അതേപോലെ മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമുക്ക് എല്ലാതും ഇതേപോലെ പൊരിച്ചെടുക്കാം. മക്കളെ, നമ്മൾ അവസാനത്തേത് നമ്മൾ പൊരിച്ച് മുരിച്ചെടുത്തിട്ടുണ്ട്. അതുകൂടി നമുക്ക് കോരി അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ മിച്ചറുടെ സേവ റെഡി ആയിട്ട്. ഇനി നമുക്ക് ഈ എണ്ണയിൽ തന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് പൊരിച്ചെടുക്കാം. അപ്പം നമ്മുടെ കറിവേപ്പിലയും ചിലിന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് കണ്ടില്ലേ മക്കളെ, നമ്മുടെ കറിവേപ്പിലയും മൊരുന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ സേവയും പൊരിച്ചെടുത്തിട്ടുണ്ട്. എല്ലാതും പൊരിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സേവയൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ടെടുക്കാം. ഉണ്ടല്ലേ? എല്ലാതും പാടെ മിസ്സാക്കണ്ടേ. അപ്പം നമ്മൾ അടിയിൽ പൊരിച്ചിട്ട മുതിര ഉണ്ടല്ലോ, അതൊക്കെ പാടെ നമുക്ക് മിസ്സാക്കാം. കണ്ടില്ലേ മക്കളെ, നമ്മുടെ മിച്ചറ് കറിവേപ്പിലയും സേവ പൊരിച്ചതും നമ്മുടെ മുതിര പൊരിച്ചതും ഒക്കെ മൂന്നും ഒന്നായിട്ട് മിസ്സായിട്ടുണ്ട്. കണ്ടില്ലേ? ഇനി നമുക്കിതിൽ ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. ഇതിൽ ശരിക്കും ഇടേണ്ടത് ബ്ലാക്ക് സാക്റ്റാണ് ഇടേണ്ടത്. ഞാനിതിൽ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഒന്നുകൂടി മിസ്സാക്കിയെടുക്കാം. ഉപ്പ് എല്ലായിടത്തും പെടട്ട്. മക്കളെ, ഇത്രയേ ഉള്ളൂ മിച്ചറിൻ്റെ പണി കേട്ടോ മക്കളെ. അപ്പം നമ്മുടെ ബോംബെ മിച്ചർ റെഡിയായി. ഇപ്പം കണ്ടില്ലേ എത്ര പെട്ടെന്നാണ് നമ്മുടെ പണി കഴിഞ്ഞത്. ഇത് മാവ് കുഴയ്ക്കണം, അത്രയും പണിയേ ഉള്ളൂ. കുഴയ്ക്കുക, പിഴിയുക, പൊരിക്കുക, എടുക്കുക. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടമാവും. ഒരു പ്രാവശ്യമെങ്കിലും ഇത് ഉണ്ടാക്കി നോക്കണേ. ഇത് ഒരു 10-15 ദിവസം വരെ നമുക്ക് കാറ്റ് കൊള്ളാത്ത അളുക്കിൽ അടച്ച് വെച്ചിട്ട് എടുത്ത് കഴിക്കാം. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ സ്നാക്ക് കൊടുക്കണ്ടേ, അതിന് പകരം ഇതൊരു പാത്രത്തിൽ വെച്ച് ഒരു ചായ ഉണ്ടാക്കി കൊടുത്താൽ അവർ നല്ല സന്തോഷത്തോടെ കഴിച്ചിട്ട് അവർ പോവും. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നാണ് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മക്കളെ ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ.